നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ കാര്യം പറ. എനിക്ക് അലോകേട്ടനെ ഇപ്പൊ തന്നെ കാണണം. പോവാ അച്ഛാ. പോവാ മോളെ. എന്താ സംഭവിച്ചെന്ന് പറ. അലോകേട്ടൻ അടുക്കളയിൽ വീണച്ചാ. വിശന്നിട്ട് അടുക്കളയിൽ ചോറെടുക്കാൻ പോയതാ, അപ്പോഴാ വീണത്. എന്നിട്ട് വേദനയുണ്ടെന്ന്. ആ മോനെന്തിനാ അടുക്കളയിൽ പോയത്? ആഹാരം എടുത്തു കൊടുക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നോ? അമ്മേന്റെ മുത്തശ്ശനും അവിടെ ഇല്ലായിരുന്നു, പുറത്തു പോയിരുന്നു. പാവേട്ടൻ വിശന്നപ്പോ ചോറെടുക്കാൻ പോയതാ. എന്തൊരു കഷ്ടമാ എന്റെ ഈശ്വര അവര് കാണിച്ചത്. ഇങ്ങനെ കാലിന് സുഖമില്ലാത്ത കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി അവര് പോയത് ശരിയാണോ? കഷ്ടം. എന്തെങ്കിലും ആവശ്യം വന്ന് കാണും കുറുപ്പമാവാ. അല്ലെങ്കിൽ നദുതെ മുത്തശ്ശനും അങ്ങനെ പോകില്ലല്ലോ. അല്ല, നീരജ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അവളിവിടെ പോയി. നീരജ ചേച്ചിയോട് പറഞ്ഞതാ അച്ഛാ. നീരജ ചേച്ചി കൊടുത്തില്ല. ഓ, അത് കഷ്ടമായി പോയല്ലോ. ആ കൊച്ചെന്താ ഇങ്ങനെ? അത് അങ്ങനെയാ കുറുപ്പമാവ്. നീരജയ്ക്ക് എല്ലാവരോടും ദേഷ്യമാണ്. ആ കുഞ്ഞിനോടും എല്ലാവരോടും ദേഷ്യമൊന്നേ. എന്തായാലും ദേഷ്യം ഈ സമയത്ത് ആ കുഞ്ഞിനോട് കാണിക്കാമോ? പാവം കുഞ്ഞ് വിശന്നാ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് പോവാ അച്ഛാ. ഇപ്പൊ പോയാ അവിടെ എത്തുമ്പോ നേരെ ഒരുപാട് വൈകില്ലേ? ഇരുട്ടാകുമല്ലോ. എനിക്ക് എത്ര വൈകിയാലും പോണോ അച്ഛാ? എനിക്ക് ഏട്ടനെ കാണണം. പോവാ പോവാ കേട്ടോ. വീഴ്ചയെ കാലിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ കുഞ്ഞെ? അറിയില്ല കുറുപ്പമാ. എന്തെങ്കിലും സംഭവിച്ചാ? ഏയ്, അങ്ങനെ കാര്യമായ രീതിയിലൊന്നും സംഭവിച്ചു കാണാൻ വഴിയില്ല. ആ നന്ദിതയുടെ ഓരോ കഷ്ടകാലമേ. ഒന്ന് മാറുമ്പോ വേറൊന്നു. എന്നു തീരും ആ പാവത്തിന്റെ ദുരിതമല്ല. എന്നാലേ ഇനി സമയം വെറുതെ കളയണ്ട. നേരം അധികം ആവുന്നതിന് മുമ്പ് അവിടെ എത്താൻ നോക്ക്. മോളെ, നമുക്ക് എന്നാ റെഡിയാവും. വാ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നിന്നോടാ ചോദിച്ചേ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. എന്താ, എനിക്കിവിടെ നിൽക്കാൻ പാടില്ലേ? പാടില്ലെന്നോ? അതിനിവിടെ നിൽക്കണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇവിടെ നിൽക്കുന്ന എന്തിനാന്നല്ലേ ചോദിച്ചത്. അകത്ത് കയറിയിരുന്നൂടെ? അകത്തിരിക്കാൻ ഒരാള് സമ്മതിക്കില്ലല്ലോ. ആര്? നന്ദിതയോ? അല്ലാതാരാ? ഇന്നെന്താ പുതിയ പ്രശ്നം? അല്ല, എന്നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. ചെന്ന് അന്വേഷിക്ക്. ശരി, നന്ദിതയോടൊന്ന് ചോദിക്കട്ടെ. മോനെ. മുത്തച്ഛ, ഞാനിന്ന് അടുക്കളയിൽ വീണു. എന്റെ ഈശ്വര, എന്നിട്ട്? ഒന്നും പറ്റിയില്ല മുത്തച്ഛ. എന്താ മോളെ ഞാൻ ഈ കേക്കുന്നേ? മോൻ എങ്ങനെയാ വീണത്? അല്ല, എന്തിനാ മോൻ അടുക്കളയിൽ പോയത്? എന്നിട്ട് മോന് വല്ലതും പറ്റിയോ? ഞാനൊന്ന് പുറത്തു പോയതിനിടയിൽ ഇവിടെ എന്തൊക്കെയാ നടന്നത്? ഞാൻ പുറത്തു പോകുമ്പോ നീരജ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവള് മോനെ നോക്കിയില്ലേ? ഇല്ലച്ച, അവള് മോനെ നോക്കിയില്ല. ഞാൻ വരുമ്പോ എന്റെ മോൻ അടുക്കളയിൽ വീണ് കിടക്കുന്നതാ കാണുന്നത്. എന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. മോൻ എന്തിനാ അടുക്കളയിൽ പോയത്? വിശന്നിട്ടാ മുത്തശ്ശ. ചോറെടുക്കാൻ ശ്രമിച്ചപ്പോ ബാലൻസ് തെറ്റി വീണുപോയി. ചേച്ചിയോട് പറയാമായിരുന്നില്ലേ മോനെ? ഞാൻ പറഞ്ഞതാ മുത്തശ്ശ. ചേച്ചി വഴക്കുറഞ്ഞു. വഴക്ക് പറഞ്ഞത് മാത്രമല്ലച്ച, ഓന്റെ കാല് ഇങ്ങനെയായത് നന്നായി എന്നും പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. എന്നോടുള്ള ദേഷ്യം കുഞ്ഞിനോട് കാണിക്കുന്ന എന്തിനാ? നീരജയെ വിശ്വസിച്ച് എങ്ങനെ ഞാൻ എന്റെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോകും? സ്വന്തം കൂടപ്പുറപ്പല്ലേ, അതും കാലിന് സുഖമില്ലാത്ത കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അച്ഛാ? മനുഷ്യന് പ്രതികാരം തോന്നിയാൽ ബന്ധങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല. പ്രതികാരം എന്നോടല്ല അച്ഛാ, മോനോട് എന്തിനാ? അവൾക്ക് ഇത്രയ്ക്ക് കഠിന മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നീരജയെ തിരുത്താൻ പറ്റില്ല. സഹിക്കുക. ബന്ധങ്ങളുടെ ഭാരം ചുമക്കാനാണ് നിന്റെ വിധി.
ചുമന്നല്ലേ പറ്റൂ. ഇനി അലോകിനെ തനിച്ചാക്കി പുറത്തു പോകാതിരിക്കാൻ നമ്മൾ രണ്ടാളും ശ്രദ്ധിക്കണം. അതേ ഒരു മാർഗമുള്ളൂ. കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ? ഇല്ല മുത്തശ്ശ. ഇത് ഏട്ടനുള്ളതാണ്. അതെ, ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇതെന്താ നീളക്കുട്ടി? ഏട്ടൻ തന്നെ തുറന്നു നോക്ക്. അങ്ങനെ സസ്പെൻസ് ഒന്നും വേണ്ട മോനെ. ഇത് ഫുഡാ. ഞങ്ങളെ അലോകിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന നൂഡിൽസ്. ഇതൊന്നും വേണ്ടായിരുന്നു സർ, ഇവനിതൊന്നും കഴിക്കാറില്ല. എന്നാലേ പ്രാവശ്യം ഒന്ന് കഴിച്ചോക്കട്ടെ, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അമ്മേന്റെ ഒന്നും പറയണ്ട, ഇത് ഏട്ടന് ഞാൻ വാരി കൊടുക്കും. ഇതാ ഏട്ടാ. അയ്യോ വേണ്ട നീളക്കുട്ടി, ഏട്ടനെടുത്ത് കഴിച്ചോളാം. പറ്റില്ല, ഇത് ഞാൻ ഏട്ടന് തരും. മര്യാദയ്ക്ക് വാ തുറന്നേ, ഇല്ലെങ്കിൽ നിളക്കുട്ടി പിണങ്ങും. നീളക്കുട്ടി പിണങ്ങണ്ട, ഏട്ടൻ വാതുറക. നീളക്കുട്ടി മതി, ഞാനെടുത്ത് കഴിച്ചോളാം. ഞാൻ വാരി തരാം. ഈ കുട്ടികളുടെ സ്നേഹം എത്ര നിഷ്കളങ്കമല്ലേ എന്നത്. പുറം ലോകത്തൊക്കെ ഈ വിലക്കുകളൊക്കെ കൊണ്ടുവരുന്ന നമ്മളാ. സമൂഹം തീരുമാനിക്കും ഓരോ മനുഷ്യനും എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊക്കെ. വരച്ചുണ്ടാക്കുന്നൊരു ചട്ടക്കൂടില് ജീവിച്ച് മരിക്കാനാണ് നമ്മുടെയൊക്കെ വിധി. പോരാ പോരാ. സാറ് പറഞ്ഞത് ശരിയാണ്. കയ്യിൽ കല്ലുമായി ഓരോ മനുഷ്യന്റെ പിന്നിലും സമൂഹമുണ്ട്. കല്ലെറിഞ്ഞ് രസിക്കാനുള്ള വ്യഗ്രതയോടെ. കല്ല് വീഴുന്നവന്റെ നൊമ്പരം ആരറിയാനാ, അല്ലേ സർ? പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അതൊക്കെ പോട്ടെ നന്ദിത, നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് സംസാരിക്കാം. പിള്ളേര് അത് കഴിക്കട്ടെ. എനിക്ക് നന്ദിതയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ പറയാനുള്ളത്? ഏയ് വേറൊന്നുമല്ല നന്ദിത, അലോക്കിന്റെയും നിലയുടെയും കാര്യം പറയാനാ. എന്താ സാർ? നന്ദിത, കണ്ടില്ലേ അവരുടെ സ്നേഹം? നിലയ്ക്ക് അലോക് സ്വന്തം ഏട്ടനെ പോലെയാ. അലോകിന് ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും ഉത്കണ്ഠ മോൾക്കായിരുന്നു. അലോകിന്റെ ഓരോ ദിവസത്തെ വിശേഷങ്ങളും അപ്പപ്പോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു ഏട്ടനില്ലല്ലോ എന്റെ മോൾക്ക്. കളിക്കാനാണെങ്കിൽ കൂട്ടുകരുവില്ല. പിന്നെ ആകെയുള്ളത് ഒരു കുറുപ്പമ്മാവനല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികൾ തമ്മിൽ, അതും സമപ്രായക്കാർ തമ്മിലല്ലേ കളിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോഴാ അവരുടെ മാനസിക നില വികസിക്കുന്നത്. നന്ദിത, ഞാനേ ഒരു ദിവസത്തേക്ക് അലോകിനെ ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ? അല്ല, അത് മോൾക്ക് വലിയൊരു സന്തോഷവും. ഒരു ദിവസത്തേക്ക് മാത്രം മതി. ഞാനവനെ കൊണ്ടുപോയിട്ടെങ്കിലും കൊണ്ടുവരാം. എൻ്റെ മോൾക്കും അതൊരു മാറ്റമാവുമല്ലോ, അലോകിനും അതൊരു ചേഞ്ച് ആയിരിക്കും. അല്ല, എന്താ നന്ദിതയുടെ അഭിപ്രായം?